താൻ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് അവിടുന്ന് അറിഞ്ഞു. തനിക്കുണ്ടായിരുന്നവരെ അവൻ സ്നേഹിച്ചു. തിരുവചനം ഒന്നുകൂടെ അത് ഉറപ്പാക്കി പറയാണ്, അവസാനം വരെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് കർത്താവിന്റെ ജീവിതത്തിൽ തുടർന്ന നന്മകളുടെ പൂർത്തീകരണമായി തന്റെ ശരീരവും രക്തവും താൻ അവസാനം വരെ സ്നേഹിച്ചവർക്ക് വേണ്ടി മുഴുവൻ, അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല കേട്ടോ, അന്നുണ്ടായിരുന്നവർക്കും ഇനി വരാനുള്ളവർക്കും ഈ ലോകമുള്ളിടത്തോളം കാലം, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഒരു മനുഷ്യന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് കർത്താവ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മരിക്കാൻ പോണ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒക്കെ പറയും, ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെ കൈ പിടിച്ചിട്ട് എനിക്കതിന് ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒന്ന് ഓർത്തു നോക്കണം, ഇത് അവസാനിക്കാണ്. ഇനി നിത്യമായ ജീവിതത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃതങ്ങൾ ചെയ്ത് കടന്നു പോകണം. അല്ലെങ്കിൽ അഗാധ ഗർത്തത്തിലേക്കാണ് അത് പോകുന്നത്. അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ. നരകത്തിൽ പോകുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല നമുക്ക് വേണ്ടി. സ്വർഗത്തിൽ പോകുന്നവർക്കാണ്, പറുദീസ സ്വന്തമാക്കുന്നവർക്കാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞ പോലെ, സ്വർഗത്തിൽ എന്റെ സമയം, ഭൂമിയിൽ ഞാൻ നന്മയുടെ റോസാ പുഷ്പങ്ങൾ വർഷിക്കും. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവർ ചെയ്യുക. അപ്പൊ ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോ ഞാൻ നിങ്ങൾ പരിശോധിക്കേണ്ടത് എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ശത്രുക്കൾ വേണ്ടിക്ക് പോലും മരിച്ച കർത്താവിനെ ഓർത്ത് മറ്റു പല മനുഷ്യർക്കൊക്കെ നന്മകൾ ചെയ്യാത്ത ദിവസം ഉണ്ടായിരിക്കരുത്. അത് എന്റെ ജീവിതത്തിലെ പാതേയമാണ്, സുഹൃതങ്ങളുടെ പാതേയം, സുഹൃതങ്ങളുടെ പാതേയം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ അവിടെ തീർന്നു, മരണത്തോടെ കല്ലറയിൽ അടക്കപ്പെട്ടു, ഒതുക്കപ്പെട്ടു, ചീഞ്ഞളിഞ്ഞു, ദുർഗന്ധം വമിക്കും. മറ്റേതുണ്ടല്ലോ, എന്റെ നന്മകളുടെ പാതേയം, സുഹൃതങ്ങളുടെ പാതേയം, സ്വർഗത്തിൽ എന്റെ ജീവിതം, ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥനയിലൂടെ റോസാ പുഷ്പങ്ങൾ വർഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധർക്ക് വേണ്ടി, വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കണേ, അനുഗ്രഹങ്ങൾ വർഷിക്കാൻ ഞങ്ങൾക്ക്. അപ്പോഴാണ് എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ, എന്റെ ഇടവകയെ, എന്റെ സമൂഹത്തെ ഞാൻ സ്നേഹിക്കുന്നു, അവസാനം വരെ സ്നേഹിക്കുന്നു. അവസാനം ഏതാ? ഏതെങ്കിലും സമയത്ത് നിത്യമായ പറുദീസ പോലും ഇല്ലാതാകുമോ? അതാണ് അവസാനം. നമ്മൾ വെറും വാക്കിലെടുക്കാണ് അവസാനം വരെ. കർത്താവ് അങ്ങനെ ചെയ്തേ, നിത്യമായി നിങ്ങളോടുകൂടെ വസിക്കാൻ ഞാൻ കൊതിക്കുന്നു മക്കളെ. വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അതുകൊണ്ട് സുഹൃതം ചെയ്യാത്ത മനുഷ്യരെ, ആ കഷ്ടം എന്റെ അറപ്പുരയിൽ ധാരാളമായിട്ടുണ്ടായിട്ടും മനുഷ്യനോ സഹോദരനോ നേതൃത്വം കൊടുക്കുന്നവരോ വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ഞാൻ പങ്കുവെക്കാതിരിക്കുമ്പോ സുഹൃതങ്ങളല്ല എന്ന് ഓർക്കണം. അത് നരകത്തിലേക്കുള്ള എന്റെ വഴിയുടെ ഒരുക്കങ്ങളാണെന്ന് ഓർക്കണം. അവർക്ക് പറയാൻ അവകാശമില്ല, മക്കളെ, ഭാര്യയെ, ഭർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, മരിക്കാൻ കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് നന്മകളുടെ, സുഹൃതങ്ങളുടെ ഈ ജീവിതം, അത് സ്വർഗമുള്ളിടത്തോളം കാലം മനുഷ്യർക്ക് വേണ്ടി റോസാ പുഷ്പങ്ങൾ വർഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ചാവറ പിതാവ് പറയണേ, അന്യന് നന്മ ചെയ്യാത്ത ദിവസം ആയുസ്സിന്റെ ദൈർഘ്യത്തിൽ കൂട്ടുകയില്ല. അതാണ് നമ്മുടെ CPS ജംഗ്ഷനിൽ നമ്മൾ എഴുതി വെക്കാൻ പോണേ, ചാവറ പിതാവിന്റെ വലിയ രൂപം വെച്ചിട്ട്. എല്ലാ മനുഷ്യർക്കും ബാധകമാണല്ലോ.
അന്യന് നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തിൽ കൂട്ടില്ല. രാത്രി കിടക്കാൻ പോകുന്നത് ആലോചിച്ച് നോക്കുക. 2024 ജൂലൈ 24 എന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കപ്പെടുന്ന ദിവസമായിരിക്കോ ഇല്ലയോ എന്ന്. ഞാൻ എപ്പോഴും പറയണം, അഫ്ലുവന്റ് പാരിഷ് ഇതൊക്കെ ഇങ്ങനെ സ്വരൂപിച്ചു കൂട്ടി വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെക്കാളൊക്കെ ജനറസ് ആവുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, നമ്മൾ കണ്ടില്ലേ? അറിയാത്തവർ പോലും ഒരു കുർബാനയില് വികാരിച്ചൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട്, അവരുടെ വികാരിച്ചനല്ല, നിങ്ങളുടെ വികാരിച്ചൻ പ്രസംഗിക്കുന്നത് കേട്ട് പോലും ഇപ്പോഴും അവരുടെ സംഭാവനകൾ മുടങ്ങാതെ അയച്ചു തരുന്നവരെ കൊണ്ട് നിങ്ങൾ ഓർക്കണം. നമ്മളൊക്കെ നാണിപ്പിക്കാൻ, ലജ്ജിപ്പിക്കാൻ കർത്താവിന് മാപ്പപേക്ഷിക്കാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇടവക മുഴുവന് വേണ്ടി ലജ്ജയോടുകൂടെ കർത്താവിന് മുമ്പിൽ മാപ്പപേക്ഷിക്കുന്ന ഒരു ദിവസം വരണം. കർത്താവ് വരുത്തും.